മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. നമ്മുടെ പ്രതിനിധി അശ്വിൻ ഡിയാഗോ ഒരു വാർത്തയുമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വർക്കലയിൽ അതിർത്തി ലംഘിച്ചെത്തിയ വലിയ ബോട്ട് ചെറുകിട മത്സ്യത്തൊഴിലാളികൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷമുണ്ട്. യഥാർത്ഥത്തിൽ ഈ വലിയ ബോട്ട് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താനുള്ളതാണ്. ഈ ചെറുകിട മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുടെ അന്നം മുടക്കാൻ വേണ്ടി വരുന്നത് ശരിയല്ല എന്നതാണ് നമ്മുടെ ഈ നിലപാട്. എന്തായാലും അതിൽ ബോട്ട് തടയാൻ ശ്രമിച്ച വള്ളക്കാരെ വലിയ ബോട്ടിലെ ജീവനക്കാർ ആക്രമിച്ചു. പിന്നാലെ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ, അവരോടാണോ കളി, അവർ ബോട്ട് പിടിച്ചെടുത്തു. നിയന്ത്രണത്തിലാക്കിയ ബോട്ട് ഇവർ കരയിലേക്ക് അടുപ്പിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വലിയ പോലീസ് നിരീക്ഷണമുണ്ട്. തീരത്തോട് ചേർന്നുള്ള അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കളിച്ച് ഈ ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തിൽ കയറി കൈകൊള്ളാൻ വന്നാലുണ്ടല്ലോ, അവർ വെറുതെ വിടില്ല. സർവ്വവും നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, ജീവൻ പണയം വെച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന തീരദേശത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്. സഹികെട്ടായിരിക്കും അവർ ഈ പണി ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പമുണ്ട്. അശ്വിൻ ഡിയാഗോ, തീരത്തൊരു സംഘർഷ സാധ്യതയുണ്ടോ? അരുൺ, ഗുഡ് മോർണിംഗ്. തീരത്ത് ഇപ്പോഴും സംഘർഷ സാധ്യതയുണ്ട്. വർക്കല മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണിത്. വലിയ യന്ത്രവൽകൃത ബോട്ടുകൾ, അത് 12 നോട്ടിക്കൽ മൈൽ അപ്പുറം മാത്രമേ മത്സ്യബന്ധനം നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് തെറ്റിച്ചാണ് 2 ഈ യന്ത്രവൽകൃത ബോട്ടുകൾ ഇന്ന് ഈ തീരത്തിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ ഈ ഒരു മത്സ്യബന്ധനം നടത്തിയത്. ഇത് ഈ ചെറുകിട വള്ളങ്ങളിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞതിനു ശേഷം ഇവരെ ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്തതിനിടയിലാണ് ഈ വലിയ ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ ഈ ചെറുകിട വള്ളങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഈ വള്ളങ്ങൾ ഇടിച്ചു മറിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. ഇതറിഞ്ഞതോടുകൂടി തന്നെ മറ്റ് ചെറുകിട വള്ളത്തിലെ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കൂടി ആ ഭാഗത്തേക്ക് എത്തുകയും പിന്നീട് അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ഇവർ ഈ ബോട്ട് പിടിച്ചെടുത്ത് തീരത്ത് അടുപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. 2 ബോട്ടുകളിൽ ഒരെണ്ണത്തിനെയാണ് ഇവരിപ്പോൾ പിടികൂടി തീരത്തേക്ക് അടുപ്പിച്ചിട്ടുള്ളത്. ഈ ബോട്ടിൽ 12 പേരാണ് ഉണ്ടായിരുന്നത്. ബോട്ടിന്റെ ഉടമ കൊല്ലം സ്വദേശിയാണ്. കൊല്ലം സ്വദേശിയും മറ്റൊരാൾക്കും ഈ ഒരു സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. 9 ഒറീസ സ്വദേശികളാണ് ഈ വലിയ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഈ ബോട്ട് ഇപ്പോൾ എന്തായാലും പിടിച്ച് തീരത്തോട് ചേർത്തിട്ടുണ്ട്. അയിരൂർ പോലീസ് 12 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ 2 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ആ 2 പേർ ഇപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വർഷങ്ങളായി ഈ ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 2 ബോട്ടുകൾ ഇത്തരത്തിൽ വല വീശി ഈ 12 നോട്ടിക്കൽ മൈലിനകത്തേക്ക് വന്ന് വലിയ തരത്തിൽ മത്സ്യബന്ധനം ഈ വലവീശിയാണ് പാരലായി ഈ വള്ളങ്ങളെത്തി ഈ ബോട്ടുകളെത്തി മത്സ്യബന്ധനം നടത്തിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുകിട വള്ളങ്ങളിൽ എത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പലപ്പോഴും മത്സ്യം കിട്ടാതെ മടങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്ന് രാവിലെ അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം ഇവർ നാഷണൽ ഹൈവേ അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ ഒരു പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. കടുത്ത പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വർക്കലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഉയർന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇവർ മത്സ്യബന്ധനത്തിന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ അയിരൂർ പോലീസിനെയും തൊട്ടടുത്ത സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും കൂടി അവിടേക്ക് നൽകിയത്. കഷ്ടമാണ്. കടലിൽ പോയി പിടിക്കാൻ പറഞ്ഞാൽ കടലിന്റെ മധ്യത്തിലേക്ക് പോവുക. ആഴക്കടലിൽ പോയി പിടിക്കേണ്ടവർ ആഴക്കടലിൽ പോയി പിടിച്ചോണം. തീരദേശത്തെ പാവപ്പെട്ട ഈ ചെറുകിട മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കരുത്. സഹികെട്ടാണ് അവർ ആ ബോട്ട് പിടിച്ചെടുത്തിരിക്കുന്നത്.